കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്ത് പറ്റി മുത്തശ്ശി? വരൂ. വിടൂ. നിങ്ങൾ ആരാ? വിടൂ, വിടൂ. ഞാൻ പ്രേതമൊന്നും അല്ലടി. പ്രേതഭൂത പിശാചുക്കളെ എല്ലാം ഭയപ്പെടുത്തുന്നവൾ ഭരി, വിശ്വംഭരി. എന്നെ വിട്, എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ വിട്, വിട്, എന്നെ വിട്. നിന്നെ ഞാനിവിടെ പിടിച്ചു നിർത്തിയത് വെറുതെ അങ്ങ് വിടാനല്ലടി. നിന്റെ യൗവനത്തെ ഞാൻ ഇങ്ങാവാഹിച്ചെടുക്കാൻ പോവുകയാ. ഓം ഹ്രീം ഭീം ജഡയ പ്രജഡ ഹും ഫട്ട്. ഭരി, വിശ്വംഭരി. ഭരി, വിശ്വംഭരി. വളരെ നല്ല കാര്യം അമ്മ ചെയ്തത്. എന്താ വല്ലി നീ പറഞ്ഞു വരുന്നേ? അത് തന്നെ അമ്മേ. ഭവാനിയെ കൊണ്ട് തന്നെ ദോഷപരിഹാരങ്ങളെല്ലാം എങ്ങനെയെങ്കിലും ചെയ്യിക്കണമെന്ന് അർജുനോട് അമ്മ പോയി പറഞ്ഞില്ലേ? ഞങ്ങളൊക്കെ എത്ര പറഞ്ഞാലും എത്ര കെഞ്ചിയാലും ശരി, ഭവാനി പൂജ ചെയ്യാൻ സമ്മതിക്കില്ല. നീ ഒരു പ്രാവശ്യമെങ്കിലും അവളോട് ഈ കാര്യത്തെക്കുറിച്ചൊന്ന് സംസാരിക്കേ. അതിന് പറ്റിയ ആളോട് അമ്മ പറഞ്ഞത്. അതെ മോളെ, എന്റെ ഭവാനി ദോഷപരിഹാര പൂജയ്ക്ക് സമ്മതിച്ച അത് മാത്രം മതി മോളെ എനിക്ക്. ക്ഷേത്രത്തിലെ പൂജയൊക്കെ ആര് ചെയ്യണോ എപ്പോ ചെയ്യണോന്നൊക്കെ ആ ഈശ്വരന് നന്നായിട്ട് അറിയാം. തീർച്ചയായിട്ടും സമ്മതിക്കും അമ്മേ. മതി, നിർത്ത്. എന്റെ വീട്ടുകാരുടെ ശല്യം തന്നെ എനിക്ക് സഹിക്കാൻ വയ്യ. അതിന്റെ കൂടെ നീയും കൂടി എന്നെ ഇപ്പൊ ശല്യം ചെയ്യാണോ? അതല്ല പ്ലീസ്. കഴിഞ്ഞ ദിവസം നീ ഡെഡ് ബോഡിയെ പറ്റി സയന്റിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോ വളരെ ലോജിക്കുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പയ്യനാന്ന് വിചാരിച്ചു. ഇപ്പൊ നീയും കൂടി ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ നിനക്കും എന്റെ വീട്ടുകാരെ പോലെ
അന്ധവിശ്വാസമൊക്കെ തുടങ്ങിയെന്നാ തോന്നുന്നത്. നമുക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയാ ചേച്ചി ദേഷ്യപ്പെടുന്നവരെ അഭിനയിക്കുന്നേ. നോക്കി ഇയാൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയണം എന്നില്ല. ഞാനൊരു താങ്ക്സ് പറഞ്ഞതിന്റെ പേരില് നീ എന്ത് തന്നെ പറഞ്ഞാലും ഞാനത് കേൾക്കുന്നു. ഇപ്പൊ നിന്റെ മനസ്സിലൊരു തോന്നലുണ്ടല്ലേ? ഡോണ്ട് ഇന്റർഫിയർ ഇൻ മൈ പേഴ്സണൽ മാറ്റേഴ്സ്. ഓക്കെ? ഇയാളെന്നെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു എന്നല്ലാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കണമെന്നോ അത് തന്നെ ചെയ്യണമെന്നോ ഞാൻ ഇയാളെ ഫോഴ്സ് ഒന്നും ചെയ്തില്ല. അനുസരിക്കുന്നതും അനുസരിക്കാതിരിക്കുന്നതും ഇയാളുടെ ഇഷ്ടം. മുതിർന്നവരോടും ബഹുമാനമില്ല, അവര് പറയുന്നത് കേൾക്കുന്നില്ല, എല്ലാവരോടും തർക്കുത്തരം പറയുന്നു. ഇതാ ഇയാളെ പറ്റിയുള്ള വീട്ടുകാരുടെ അഭിപ്രായം. ഇയാളുടെ ദോഷങ്ങളൊക്കെ മാറാനായിട്ട് ആ പൂജ ചെയ്തു എന്ന് വെച്ചോ, അപ്പോ അവരുടെ തെറ്റിദ്ധാരണകൾ മാറാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഇയാളോടുള്ള വിശ്വാസം കൂടുകയും ചെയ്യും. ഇയാളോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ ഇനിയും കൂടത്തേ ഉള്ളൂ. ചേച്ചി അവരെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. നീ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിക്ക്. അവര് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്ന ഒരു തോന്നലുണ്ടായാൽ പിന്നെ ഇത്രയും കണ്ടീഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതിനുശേഷം ഇയാൾക്ക് ഇതിലും ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാലോ. ഇതെന്തായാലും നല്ലൊരു അവസരം. എന്തിനാ ഇത് നഷ്ടപ്പെടുത്തുന്നതെന്നാ എനിക്ക് ശരിക്കും മനസ്സിലാവാത്തത്. ഇനി ഞാൻ ഒരു രഹസ്യം പറയട്ടെ. കേട്ടോ അമ്മേ, ചേച്ചിയോട് എന്തോ സീക്രട്ട് പറയാൻ പോവാ. സീക്രട്ട് അങ്ങനെയൊന്നും കേൾക്കാൻ പാടില്ല കേട്ടോ. അത് പിന്നെ ഇയാളവിടെ ഇരുന്നോ? അമ്മേ അതല്ലമ്മേ, ഇങ്ങോട്ട് മല്ലി വാ പോവാം. ഇയാളുടെ ഏട്ടൻ ജീവനോടെ ഇരിപ്പുണ്ടെന്നല്ലേ ഇയാളുടെ വിശ്വാസം? ആ ഏട്ടന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് ഇന്നലെ പറഞ്ഞിരുന്നില്ലേ? ഇയാൾക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ശരി, ഈ പൂജ ഇയാൾ ചെയ്തു എന്ന് വെച്ചോ, ഇയാളുടെ വീട്ടുകാർക്ക് ഇയാളുള്ള വിശ്വാസം കൂടും. ആ വിശ്വാസം ഉള്ളിടത്തോളം ഇയാൾ എന്ത് ചെയ്താലും എവിടെ പോയാലും ഇയാളുടെ വീട്ടുകാര് അതിനെപ്പറ്റി ചോദിക്കത്തേയില്ല. ഇയാളുടെ ഏട്ടന് എന്ത് പറ്റിയെന്ന് അറിയാനുള്ള ഒരു ഫ്രീഡം ഇയാൾക്ക് കിട്ടുകയും ചെയ്യും. ഇയാളെന്തായാലും ശരിക്കും ആലോചിച്ച് നോക്ക്. ഭവാനി, നമുക്ക് തോന്നാത്ത ഐഡിയൊക്കെ അവനും തോന്നിയിട്ടുണ്ട്. അവൻ വളരെ വിലപ്പെട്ടൊരു കാര്യമാ പറഞ്ഞത്. നിന്റെ ചേട്ടനെ കുറിച്ച് അറിയാനായിട്ട് വളരെ നല്ലൊരു ചാൻസാ ഇപ്പൊ കിട്ടിയിരിക്കുന്നേ. അതുകൊണ്ട് ഈ പൂജ ചെയ്താൽ അതിന്റെ ലാഭവും നിനക്ക് തന്നെയാണ്. ദാ നോക്ക്, ഇന്നലെ നീ അവനോട് നേരിട്ട് പോയി താങ്ക്സ് പറഞ്ഞല്ലേ, അതുപോലെ ഇപ്പോഴും താങ്ക്സ് പറഞ്ഞാ നിനക്ക് സഹായമാവുന്ന ഒരുപാട് ഐഡിയാസ് അവനെ കൊണ്ട് പറഞ്ഞു തരാൻ കഴിയും. പോയിട്ട് വാ. ആ ശരി എന്നാ നിക്ക്. നിങ്ങൾ പറഞ്ഞ പോലെ ആ ദോഷപരിഹാര പൂജയൊക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ
എന്തോ തേടിപ്പോകുന്നെന്തേ, ഉള്ളം താനെ പാടുന്നെന്തേ, മെല്ലെ മെല്ലെ മൂളുന്നെന്തേ, മൃദുലമാ മധുരവും മധുകണം കരുതിയോ, ചിറകിലായുയരുവൻ പ്രണയമാം സലഭവും മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിലവുകളിൽ മഴവിരലു തഴുകിയ വീണയിൽ ഉണരുമീണം. സോറി. അമ്മ വിളിച്ചിരുന്നല്ലോ. പരമ്പരയായി അങ്ങയോടുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ എല്ലാവരും പൂജ ചെയ്തു വരികയാണ്. ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റ് ക്ഷമിച്ച് എന്റെ കുടുംബത്തെ കാത്തു രക്ഷിക്കണേ ഭഗവാനെ. ആരൊക്കെയോ എപ്പോഴോ ചെയ്ത തെറ്റുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. മനസ്സറിയാതെ എന്തെങ്കിലും തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണേ ഭഗവാനെ. 1 വർഷം പോലും മുടങ്ങാതെ അങ്ങയെ വന്നു കണ്ട് അവിടുത്തെ പൂജിച്ചുകൊണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ മാത്രം എനിക്ക് വരാൻ പറ്റാതെ പോയി. അവിടെ ഞാൻ വന്നില്ല എന്നുള്ള ദേഷ്യത്തില് നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ എന്നെ ശിക്ഷിച്ചില്ലേ ഭഗവാനെ. എനിക്ക് നീ തന്ന ഈ ശിക്ഷ മതിയാകും ഈശ്വര. എന്നോട് കരുണ തോന്നി ഇതിലും വലിയ ശിക്ഷയിൽ നിന്ന് എന്നെ ഒഴിവാക്കണേ. അങ്ങ് എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തില എന്റെ മകന് അവിടുത്തെ പേര് തന്നെ ഞാൻ നൽകിയിരിക്കുന്നത്. ഇത്തവണ എന്ത് സംഭവിച്ചാലും അങ്ങയെ ദർശിക്കുവാനായി ഞാൻ വരും. എന്റെ കുട്ടികളെയും എന്റെ കുടുംബത്തെയും നീ തന്നെ കാത്തോളണേ ഈശ്വര. മാഡം, മാഡം, ദേ അർജുന്റെ കോളാ ഇത്. മോനെ അർജുൻ, സുഖായിരിക്കുന്നോടാ? അമ്മേ, ഞാൻ സുഖമായിരിക്കുന്നു അമ്മേ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? എനിക്കെന്താടാ, ഞാൻ നന്നായിട്ടിരിക്കുന്നു. വെറുതെ കള്ളം പറയല്ലേ അമ്മേ. എന്നെ പറ്റി ആലോചിച്ച് ആവശ്യമില്ലാതെ ടെൻഷനിൽ ഇരിക്കുവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ. പ്രസവിച്ച മകൻ കൺമുമ്പിൽ ഇല്ലാത്തപ്പോ ദൂരെ എവിടെയെങ്കിലും സുഖമായിട്ട് ഇരുന്നാൽ പോലും അമ്മയുടെ വിഷമം മാറുമോ മോനെ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ലമ്മേ, അമ്മയുടെ കോള് കണ്ടായിരുന്നു, അതാ തിരിച്ചു വിളിച്ചേ. ഒരുപാട് നേരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പോഴാ കണക്ട് ആയത്. അമ്മ പറഞ്ഞോ. ഇവിടം വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയിരിക്കുക. അവിടെ സാമ്യയിലെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയാണോ എന്തോ. നിനക്കവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്റെ അമ്മേ, എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല. ഞാൻ സുഖമായിട്ടായിരിക്കുന്നേ. ഞാൻ വിഷമിക്കണ്ടെന്ന് കരുതിയാണോ ഇങ്ങനെ പറയുന്നത്? ഇല്ലമ്മേ, സത്യമായിട്ടും ഞാൻ ഇവിടെ സുഖമായിട്ടായിരിക്കുന്നേ. സത്യം പറയുവാണെങ്കിലേ, ബാക്കി ദിവസങ്ങളെക്കാൾ ഞാനിന്ന് വളരെയധികം ഹാപ്പി ആയിട്ടായിരിക്കുന്നത്. അമ്മ എന്നോടൊപ്പം ഉള്ളപ്പോ ഞാൻ എത്രമാത്രം ഹാപ്പി ആയിരിക്കോ അത്രയും സന്തോഷത്തിലാ ഞാനിപ്പോ. നിനക്ക് അത്രയ്ക്ക് സന്തോഷമാണെങ്കിൽ തീർച്ചയായിട്ടും അതിലെന്തോ കാരണം ഉണ്ടായിരിക്കുമല്ലോ. എന്താടാ കാര്യം? പെട്ടെന്ന് ആ കാര്യം നീ പറയേ. അല്ല, അതമ്മേ, അമ്മയുടെ മുഖത്തുള്ള ആ ചിരിയില്ലേ, അതെന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതുപോലത്തെ ചിരി ഞാനിന്നിവിടെ നേരിട്ട് കണ്ടു. അതെ അമ്മേ, അമ്മയെ നേരിട്ട് കണ്ടതുപോലെ എനിക്ക് ആ സമയം തോന്നി.
എന്റെ ആഗ്രഹം നടക്കാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുക. അതുകൊണ്ടാ ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. നീ എപ്പോഴും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കണമെന്നാ മോനെ എന്റെ ആഗ്രഹം. അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടമ്മേ. ശരി മോനെ, സമയത്തിന് ആഹാരം കഴിച്ച് നല്ലോണം റെസ്റ്റ് എടുക്കണേ. ഓക്കേ, റിലാക്സ് അമ്മ. ഓക്കേ, ബൈ. ഈശ്വര, എന്റെ മകൻ എപ്പോഴും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കണേ. എന്റെ ഗുരുദേവ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായല്ലോ. എന്താണോ എന്തോ. ആരാ നീ? ഇവിടെ എന്തിനാ വന്നേ? ഈ സ്ഥലത്തേക്ക് വരാൻ ആരായാലും ഒന്ന് ഭയക്കും. അങ്ങനെയുള്ളൊരിടത്തേക്ക് നീ എങ്ങനെയാടി വന്നേ? ആരാ നീ? ഒരു പേടിയില്ലാതെ അങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. നീയെ ഭയന്നിരിക്കുവല്ലേ? ആ നീയാണോ എന്റെ ഭയത്തെ പറ്റി ചോദിക്കുന്നേ? ഞാൻ ആരാണെന്നറിയാൻ നിനക്ക് ആഗ്രഹം ഉണ്ടല്ലേ? ജഡജഡായ രക്ഷിത മോക്ഷിത ഷോളച ഗുണച. ഭൂമിയും നീ, പാതാളവും നീ, എല്ലാത്തിനും അതീതം നീ. രക്ഷിത മോക്ഷിത ഛിദ്ര ക്ഷുദ്ര ഷോണച ഗുണച. ഓം ഹ്രീം ഓം ജഡജഡായ ഷോളച ഗുണച. മഹാകാളി, ഞാൻ വന്നു. നിന്റെ അഭിലാഷം പൂർണ്ണമായിരിക്കുന്നു. നിന്റെ തപസ്സിന് ഫലമുണ്ടായിരിക്കുന്നു. അഹോരാത്രം യാതൊരു മുടക്കവും കൂടാതെ നിനക്ക് ഞാൻ പൂജ ചെയ്തിരിക്കുന്നു. സദാ നിന്നെ സ്തുതിച്ചുകൊണ്ട് കഠിനമായ വ്രതമെടുത്തതിന്റെ പ്രതിഫലം അപാരമായ ശക്തിയും സിദ്ധിയും നീ പ്രസാദിച്ചു എനിക്ക് തന്നു. അത്ഭുതം നിറഞ്ഞ മായാസിദ്ധി പ്രദാനം ചെയ്തു. ഇനി എന്താണ് തീരുമാനം? ഞാൻ എന്റെ തീരെ ചെറുപ്രായത്തിൽ തന്നെ നിനക്ക് പൂജ ചെയ്യുവാൻ ആരംഭിച്ചതാണ്. എത്രയോ കാലം കഠിനമായ ഉപാസന ചെയ്തു. നിന്റെ ആശീർവാദത്താൽ അത്ഭുതകരമായ മാന്ത്രിക സിദ്ധി എനിക്ക് ലഭിച്ചിരിക്കുന്നു. അന്നത്തെ യൗവനത്തിൽ നിന്നും ഞാനിപ്പോ വൃദ്ധയായി കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെ ശക്തികളും സിദ്ധികളും എനിക്കുണ്ടെങ്കിലും സാധാരണ മനുഷ്യനായി ലൗകിക സുഖങ്ങൾ അനുഭവിക്കാൻ എന്റെ യൗവനം എനിക്ക് തിരികെ വേണം. എനിക്ക് നഷ്ടപ്പെട്ടു പോയ യൗവനം എനിക്ക് നീ തിരികെ തരണം. ഞാൻ എല്ലായ്പ്പോഴും നിത്യ നൂതന സുന്ദര യുവതിയായിരിക്കണം. എന്റെ യൗവനം എനിക്ക് തിരികെ തന്നാലും ദേവി. അതെ, അതാണ് എന്റെ അഭിലാഷം. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. അതല്ലാതെ എന്ത് വേണമെങ്കിലും ചോദിക്കൂ. എന്തുകൊണ്ട് സാധ്യമാവില്ല? വൃദ്ധയാവുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. കാലത്തിനും വിധിക്കുമെതിരായി, അതുപോലെ പ്രകൃതിക്ക് വിരുദ്ധമായി എന്തൊക്കെ നടന്നാലും അതെല്ലാം അധർമ്മമായി കണക്കാക്കപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്, ആ വരമല്ലാതെ മറ്റെന്ത് വേണമെങ്കിലും നിനക്ക് ധൈര്യമായി ചോദിക്കാം. എനിക്ക് എന്റെ യൗവനമില്ലാതെ ഇതൊക്കെ ചെയ്തിട്ട് എന്ത് പ്രയോജനം?
എനിക്ക് എന്റെ യൗവനം തിരികെ വേണം. മനുഷ്യ സഹജമായ മാറ്റങ്ങൾക്കെതിരായ ഒന്നും എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. സാധ്യമല്ല, അർഹതയില്ല എന്നൊന്നും കേൾക്കുവാനല്ല ഞാൻ ഈ വ്രതം അനുഷ്ഠിച്ചത്. ഞാൻ ആവശ്യപ്പെട്ടത് തന്നെ മതിയാവൂ. സാധിച്ചു തരണം. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? ആഗ്രഹം സാധിക്കും വരെ ഈ വിശ്വംഭരി നിന്നെ വിടാൻ പോകുന്നില്ല. എനിക്ക് എന്റെ യൗവനം തിരിച്ചു കിട്ടുവാനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിനക്ക് എന്ത് തരം ബലിയാണ് വേണ്ടതെന്ന് പറയൂ. ഏതായാലും സാധിച്ചു തരാം. ഇനി എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യാം. എന്താ വേണ്ടത്? നീ എന്ത് തന്നെ എനിക്ക് തന്നാലും നിന്റെ വരം എനിക്ക് സാധിക്കാൻ കഴിയുകയില്ല. മറ്റെന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കൂ. നിന്നോട് ചോദിക്കാൻ എനിക്കിത് മാത്രമേ ഉള്ളൂ. എന്റെ മനസ്സിൽ എത്രത്തോളം വേദനയുണ്ടെന്ന് ആത്മാഹുതി ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആഗ്രഹിച്ചത് സാധിച്ചിരിക്കും.